കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവളയിൽ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത. കരമന സ്വദേശി ദീപുവാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. നീചമായ കൊലപാതകമായിരുന്നു. കൊലപാതകം നടന്ന കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി നടക്കുന്ന CCTV ദൃശ്യങ്ങൾ 24 കിട്ടി. സലീം മാലിക്ക വിവരങ്ങളുമായി ചേരും. അയാൾ തന്നെ ആയിരിക്കുമോ കൊലപാതകി എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കാറിനുള്ളിൽ നിന്നാണ് ഇയാൾ ഇറങ്ങി നടക്കുന്ന ചിത്രം CCTV യിൽ പതിഞ്ഞത്. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സലീം. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നത്. ദേശീയപാതയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കവളയ്ക്ക് തൊട്ട് സമീപം ഒറ്റമരത്ത് വെച്ചായിരുന്നു ഈ കാർ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന ഡബിൾ ഇൻഡിക്കേറ്ററുമായി നിർത്തിയിട്ടിരിക്കുന്ന നിലയിൽ ആദ്യം കണ്ടത്. അതിനുശേഷം പിന്നീട് കാറിന്റെ മുൻ സീറ്റിൽ ഒരാൾ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഇത് കരമന സ്വദേശിയായ ദീപുവാണ് ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് കഴുത്തറുത്ത് ക്രൂരമായ നിലയിലാണ് കൊലപാതകം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായത്. അതിനുശേഷം പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചു. മാത്രമല്ല, ഈ സംഭവം നടന്ന സ്ഥലത്തും ഒരു CCTV ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുമ്പോഴാണ് ആ കാറിൽ നിന്നും ഒരാൾ ഇറങ്ങി നടക്കുന്നത്, കാറിന് സമീപത്ത് നിന്നും ഇറങ്ങി നടക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അതാരാണ് എന്നതിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കന്യാകുമാരി പോലീസാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഈ കൊല്ലപ്പെട്ട ദീപു ഒരു ക്രഷർ ഉടമയാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് JCBയുടെ വിൽപ്പനക്കാരൻ കൂടിയാണ്. അങ്ങനെ ഒരു JCB കച്ചവടത്തിനായി 10 ലക്ഷം രൂപയും കയ്യിൽ കരുതി ആണ് ഇദ്ദേഹം പോയത്. കാറിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ആ പണം ആ കാറിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു തട്ടിപ്പിന് വേണ്ടിയോ മോഷണത്തിന് വേണ്ടിയാണോ കൊലപാതകം എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല, അതല്ലാതെ ഈ ക്രഷർ യൂണിറ്റിലെ നിരവധി തൊഴിലാളികളൊക്കെ ഉള്ള ഒരു സ്ഥാപനത്തിന്റെ ഉടമ കൂടി ആയതുകൊണ്ട് തന്നെ ആ നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത ആർക്കെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഈ കന്യാകുമാരി SP-യുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.